എന്താ പ്രശ്നം? ഇന്ന് മിച്ചറാണ്. ആദ്യമായിട്ട് സംസാരിക്കാൻ വേണം. ആദ്യമായിട്ട് സംസാരിക്കാൻ അങ്ങ് പോകുമ്പോ എന്താ ചേട്ടന്റെ കൂട്ടുകാർ ഒരു 5-6 പടകള് എന്താണ് ഇവിടെ. ഓക്കെ, അപ്പൊ തന്നെ ഞങ്ങള് സ്ഥലം വിട്ട് കളഞ്ഞു. എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നു. ഹലോ ആരെങ്കിലും എടുക്കൂ ഇന്ന്. ഓക്കെ, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോ എല്ലാവർക്കും അല്ലേ വാലന്റൈൻസ് ഡേ വിഷസ്. എന്ത് നാളെയാണ് വാലന്റൈൻസ് ഡേ. സോ ഗൈസ്, എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാനുകൾ? ആദ്യമായിട്ടായിരിക്കും നമ്മളൊരു ദിവസം നേരത്തെ വീഡിയോ ഇടുന്നത്. സാധാരണ ഓണം വിഷുവിലൊക്കെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മളിടാറ്. യെസ്, നമ്മളതിന് മുന്നേ പ്ലാൻ ചെയ്തിട്ടാണ് ഗൈസ്. അപ്പോ ഇന്നത്തെ വാലന്റൈൻസ് ഡേ ഈ സ്പെഷ്യൽ വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താണ് രാമൂട്ട പറയാൻ പോകുന്നത്? പ്രണയം. പ്രേമിക്കുമ്പോൾ നീയും ഞാൻ പാടുന്നില്ല, സീരിയസ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ മെയിൻ ആയിട്ട് എന്താ രാമൂട്ട വാലന്റൈൻസ് പ്രണയത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രണയം എന്താ നമ്മളൊരു പോഡ്കാസ്റ്റ് ആണ് പറയാ, അങ്ങനെ എന്താ പറയാ, പോഡ്കാസ്റ്റ്. നമ്മളിരുന്ന് വർത്താനം പറയാൻ പോവാണ്. എന്തിനെ കുറിച്ചാണെന്ന് അറിയോ? എന്തായാലും പ്രേമത്തിന്റെ ദിവസമല്ലേ. സോ നമ്മുടെ പ്രണയങ്ങൾ പിന്നെ എന്തൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്? ലൈക്ക് നമുക്ക് ബിഫോർ മാരേജ് ഉണ്ടായിരുന്ന ഒരു പ്രേമ കഥ, പിന്നെ ആഫ്റ്റർ മാരേജ്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഇന്ന് ഞാൻ രാമുവിനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. രാമുവിന്റെ ലൈഫിലുള്ള എല്ലാ എക്സ്പീരിയൻസും ഇന്നിവിടെ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മെയിൻ ആയിട്ട് രാമുവിനെ ഞാൻ എന്തായാലും പിടിച്ചിടിക്കില്ല എന്നുള്ള വാക്ക് ഞാൻ തന്നിരിക്കുന്നു. അതുകൊണ്ട് എന്ത് വേണേലും നിനക്ക് കൺഫസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പൊ നമ്മള് പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞോണ്ട് പോഡ്കാസ്റ്റ് സെറ്റപ്പില് രാമൂട്ടൻ 2 ചട്ടകം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് കറീന്റെ അകത്തായിരുന്നു, ഇപ്പൊ പോയി കഴുകിയിട്ട് ഞാൻ നോക്കുമ്പോ 2 ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പാത്രം കഴുകിയിട്ട് കൊണ്ടുവന്നതാണ്. കൊള്ളാം, ഇത് കൊള്ളാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രണയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇല്ല അനുപ്രസാദ്, ഞാനാണ് നിങ്ങളെ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനാണ് രാമൂട്ടന്റെ കുറെ കാര്യങ്ങൾ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കുറെ കാര്യങ്ങൾ ഇവൻ കല്യാണം കഴിച്ചിട്ട് പോലും എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവൻ പറയോ, ഞാൻ എന്ത് ചോദിച്ചാലും പഴയ കാലം, അതായത് ഇവന്റെ ടീനേജ് കാലത്ത് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെന്താ അങ്ങനെയായിരുന്നു, അതെനിക്ക് ഓർമ്മയില്ല, എനിക്കിപ്പില്ലേ ഓർമ്മക്കുറവിന്റെ ഒരു പ്രശ്നമുണ്ടോ എന്നൊരു സംശയം എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ഒരു ടെക്നിക്കാണ് പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് രാമുട്ട എന്തായിരുന്നു ടീനേജ്? നീ ആ പഴയ കാലത്തേക്ക് പോകൂ. നിന്റെ ആ +2 കാലം, ആ സമയത്തൊക്കെയാണോ പ്രേമം വന്നത്? അല്ലെങ്കിൽ പറയാൻ പറ്റൂല. അല്ല, ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രേമം ഞാനായിരുന്നു എന്നുള്ളൊരു കഥ. ഞാൻ പറയത്തില്ല, അവസാനത്തെ പ്രണയത്തിൽ തന്നെ വെറുത്തു. അപ്പൊ അങ്ങനെ ഒരു കഥ ആദ്യത്തെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഇനീഷ്യൽ സമയത്ത് നീ എല്ലാം മറക്കും, കാരണം നിനക്ക് രോഗം ഉണ്ടല്ലോ. നിന്റെ ടീനേജ് കാലത്ത് എങ്ങനെയായിരുന്നു രാമുവിന്റെ? എന്തെങ്കിലും സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നോ? ക്രഷുകള്, അങ്ങനെ ക്രഷുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ അതല്ല, സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പെൺകൊച്ചിനെ വേണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലവ് ലൈഫ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ. നീ സത്യം പറയും, സെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് നീ ഇറക്കിട്ട് പണിയാൻ കൊണ്ടു. വാലന്റൈൻസ് ഡേ നിനക്ക് എന്ത് വേണമെങ്കിലും ഓപ്പൺ അപ്പ് ആവാം. അതാ ഞാൻ പറയുന്നത്. ഇല്ല, ഈ ദിവസം ഇവൻ പറയുന്ന കാര്യങ്ങൾ ഗൈസ് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നു, ഞാൻ ഇന്ന് തന്നെ മറന്നു കളയും. ഞാൻ എന്നോട് പിന്നെ ചോദിക്കത്തില്ല. നിങ്ങൾക്ക് അറിയാത്തോണ്ടല്ല. മിനിയാന്ന് ഉറക്കത്തിൽ തന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് പറയാ, എടാ എനിക്ക് എന്താ പറ്റിയേ? അപ്പൊ ഇവള് സ്വപ്നത്തില് ഞാൻ ആരുടെ കൂടെ എന്തോ കല്യാണം ഏതോ പെണ്ണ നോക്കിയതെല്ലാം പറഞ്ഞിട്ട് എന്നെ ഇരുന്ന് തല്ലുക. കല്യാണത്തിന് മുന്നേ ഒരു സംഭവം അങ്ങനെ ഇവൻ വേറെ ആരോ കല്യാണം കഴിക്കണം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു കാര്യം ഞങ്ങൾ 2 ദിവസം അടിയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ മാത്രം. രാമോ, നീ വിഷയത്തിന് തെന്നി മാറുന്നോ? തെന്നി മാറിയ ഓക്കെ. അങ്ങനെയൊക്കെ നിന്റെ ആ ഒരു സമയത്ത് നിനക്ക് എങ്ങനെയായിരുന്നു പ്രേമത്തെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ?
ടീനേജ് ലവ് അങ്ങോട്ട് പോകൂ. പയ്യന്നൂർ കോളേജ് ഇല്ല സ്കൂൾ, വെള്ളൂർ സ്കൂൾ നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാനൊന്ന് പറയട്ടല്ലേ. ഓക്കെ, നമുക്ക് അവസരം കൊടുക്കാം ഗൈസ്. അഭിലാഷ് ഒരു 30 സെക്കൻഡ് തന്നിരിക്കുന്നു, പറയൂ. പ്രണയം അതൊരു എന്താ പറയാ, അത് ഓർമ്മിപ്പിക്കാതിരിക്കുന്ന നല്ലതാണ്. എന്നെ ഓർക്കുന്നില്ലല്ലോ, പറ മുന്നത്തെ കാര്യം പറ. മുന്നത്തെ പ്രണയം എന്ന് പ്രത്യേകിച്ച് പറയുമ്പോ പ്രത്യേകിച്ച് വലിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കല്യാണം കഴിക്കണ്ട എന്നൊരു മൂഡായിരുന്നു. സ്കൂൾ ടൈമിൽ നിനക്ക് അങ്ങനെ തന്നെയാണ്, ഒരു ക്രഷ് പോലും ഉണ്ടായിരുന്നു അന്നും ഇന്നും എന്നും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സ്കൂൾ ടൈമിലും ഇവനെ കല്യാണം കഴിക്കണം, അങ്ങനെ പ്രേമിക്കേണ്ട ഇഷ്ടമൊന്നുമില്ല. എന്താണ് ഹംസം? നമ്മളെ കൊറേ ഗ്യാങ് ഉണ്ടായിരുന്നു. മെയിൻ ഈ പെമ്പിളേര് കാരണം നമ്മളെ ഗ്യാങ് ഒക്കെ സ്പ്ലിറ്റ് ആവും. ഏതെങ്കിലും ഒരുത്തിൻ്റെ ബാക്കില് പോകുമ്പോ ഗ്യാങ്ങിൽ ആളുണ്ടാവില്ല. അവരവരെ ബാക്കില് പോകും, ഇവരെ ബാക്കില് പോകും, അങ്ങനെ. ഓ, അതാണ് എവിടെന്നോ നല്ല പണി കിട്ടിയിട്ടുണ്ട്. ഗ്യാങ് ഒക്കെ കൊറേ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കും കലാപം ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ഇടയിലെല്ലാം. ഓക്കെ, അതുകൊണ്ട് വേണ്ട 500 പറഞ്ഞ പോലെ ഈ വീട്ടിലിന് പെണ്ണ് വേണ്ട എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇത് +2 വരെ, +2 അപ്പൊ ഒരു കുട്ടി വന്ന് കുട്ടി വന്ന് +2 ആ കുട്ടി വന്ന് ഇത്രയേ ഉള്ളൂ. ആള് അടിപൊളിയായിരുന്നു കാണാൻ. വർണ്ണന ഇവനില്ലേ ഇത്രേ ഉള്ളൂ. ഓ, അങ്ങനെ പറയൂ. പ്രശ്നമായിരുന്നില്ല. പ്രശ്നം എന്തായിരുന്നു? ടീച്ചറായിരുന്നു. ടീച്ചറാ? ടീച്ചർ വന്നതിനടുത്ത് പ്രശ്നം പറഞ്ഞ ഇല്ല, ഞാനെ മലർ മിസ് തെളിമാനം മഴവിൽ. ഓക്കെ ഓക്കെ. എന്നിട്ട് കൊള്ളാലോ, ഇൻട്രസ്റ്റ് ആയി. എന്നിട്ട് നീ ടീച്ചറോട് പറഞ്ഞോ? ഇല്ല, ക്ലാസ്സിൽ മാത്രം നല്ല മാർക്ക്. ഏതായിരുന്നു സബ്ജക്ട്? സബ്ജക്ട് പറ. അയ്യോ പറയാൻ പറ്റില്ല. ഡിസ്ക്ലെയിമർ ടീച്ചർ ഈ കഥയിൽ പറയുന്ന കഥവും കഥാപാത്രങ്ങളും സാങ്കല്പിക്കൊന്നുമല്ല, അവന്റെ ഓരോരോ. പക്ഷെ നമ്മൾ ടീച്ചറിനെ പറയണ്ട അല്ലേ? ടീച്ചറുടെ കുട്ടികളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ടീച്ചർ തന്നെ കാണുന്നുണ്ടോ സംശയം. അതെ, അതുകൊണ്ട് പേര് പറയണ്ട. അപ്പൊ ടീച്ചറോട് ഒരു ക്രഷ്. എന്തുകൊണ്ടാണ് നിനക്ക് ടീച്ചറോട് ഒരു ക്രഷ് തോന്നിയത്? കുറച്ച് ബുദ്ധിയുള്ള. ഓ, ടീച്ചർക്ക് ബുദ്ധി ഉണ്ട്, അതുകൊണ്ട്. നിന്റെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരും ബുദ്ധി ഇല്ലാത്തവരാന്നാണോ നീ? ക്ലാസ്മേറ്റ്സിന്റെ പോയിന്റ്, ഇവന്റെ ക്ലാസ്മേറ്റ്സ് എനിക്കിപ്പോ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധി ഇല്ലെന്നാണ് ഇവൻ പറയണത്. പോഡ്കാസ്റ്റ് ന്യൂസ് പറയുന്ന പോലെ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ പോഡ്കാസ്റ്റ് ആണ്, അപ്പൊ ഇതിങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിന്റെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റുകൾ. കോൺസെപ്റ്റ് ഇല്ലാത്തതായിരുന്നു നിന്റെ കോൺസെപ്റ്റ്. അങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്ന പിന്നെ ഇന്നെ കേട്ടോ ഞാൻ. കുഴപ്പമേ ഉള്ളൂ. അല്ല, അവന്റെ ടീനേജിൽ അങ്ങനെ കോൺസെപ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മിനിറ്റ് എന്താ മോളെ കഥ പറ. ഞങ്ങളിതാ കഥ തുടരുകയാണ്. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 5, 6, 7, 8. മറ്റേ ചോറ് വിളമ്പി അതുപോലെയാണ് ഇവളുടെ കേസ്. ഗൈസ്, അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലവ് കോൺസെപ്റ്റുകളായിരുന്നു അല്ലെ? കോൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. ഈ പ്രണയങ്ങളിലേക്ക് ഇപ്പൊ വരില്ല, നിന്റെ കോൺസെപ്റ്റ് ആണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, പ്രണയം എന്ന് പറഞ്ഞാൽ നിന്റെ ലൈഫിൽ ആകട്ടെ ഒരു പ്രണയം ഞാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അല്ലടാ? ഓക്കെ, അപ്പൊ എന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവന് പറഞ്ഞാണ്. പക്ഷെ എന്നോട് 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കുട്ടിക്ക് എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു. അത് ഞാൻ അറിയുന്നത് +2 കഴിഞ്ഞിട്ട് നമ്മള് ഈ അലോട്ട്മെന്റിന് വേണ്ടിട്ട് കാത്തിക്കുന്ന സമയത്ത് എനിക്ക് ഫേസ്ബുക്കിൽ ആ പഴയ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നോട് ഒരു ഇതുണ്ടായിരുന്നു, ഇഷ്ടമുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഫുൾ ഇങ്ങനെ
ഡാൻസ്, പഠിത്തം, ആ ഒരു സാധനം മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കണം. ഇങ്ങനത്തെ ഒരു സാധനത്തെ പറ്റി അറിയില്ല എന്നല്ല, നമ്മളിങ്ങനെ അറിയുമല്ലോ, ടിവിയിലൊക്കെ സിനിമയിലൊക്കെ കാണാനല്ലോ, നമ്മൾ കുറച്ചുകൂടി പുരോഗതമായിട്ടുള്ള കുട്ടികളായിരുന്നു. അതുകൊണ്ട് നമുക്കിതിനെ പറ്റിയൊക്കെ അറിയാം. പക്ഷെ എന്നാലും എനിക്ക് അങ്ങനത്തെ ഉള്ള മൈൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ചു, എടാ ഇപ്പോഴാണോ ഈ +2 കഴിഞ്ഞപ്പോഴാണോ നീ പറയണേന്ന് ചോദിച്ചു. അവൻ വേറെ കെട്ടിരാ, അപ്പൊ അതാണ് 1 മുതൽ 4 വരെയുള്ള ഒരു കഥ. കഥ നമ്പർ 1 അല്ല, ഭാഗം 1. ഇനി ഭാഗം 2, ഭാഗം 3. 5ാം ക്ലാസ്സിൽ ഞാൻ സ്കൂള് മാറി, പഴയ സ്കൂളിൽ നിന്ന് മാറി. അപ്പൊ ഞാൻ ഫസ്റ്റ് വർഷം കാർത്തിക്ക് ഒരു സ്കൂളിലാണ് പഠിച്ചിരുന്നത്. പിന്നെ ഞാൻ സ്കൂള് മാറി വേറെ സെന്റ് ജൂഡ്സിലേക്ക് അതില് വേറൊരു അത് പറയുന്നല്ല. അപ്പൊ 5ാം ക്ലാസ് താഴത്തെ ക്ലാസ് വെച്ച് ഞാൻ 5th ഒരു 4th അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ 5th ചേർന്ന് കഴിഞ്ഞ സമയത്ത് അവിടുത്തെ കുട്ടികള് വേറെ സ്കൂളല്ലേ. അപ്പൊ ഞാൻ എന്താ പറയാ, വലിയ വലിയ പിള്ളേര് പോലെ എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് വലിയ കോമ്പറ്റേറ്റേഴ്സ് ഒന്നും പഴയ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ഡാൻസുകാര്, എല്ലാവരും പഠിക്കുന്ന പിള്ളേര്, എല്ലാവരും അങ്ങനെ. അപ്പൊ ഞാനും ഭയങ്കര ആ ഒരു ഓക്കെ, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ഡാൻസ് ചെയ്യണം, നന്നായിട്ട് അങ്ങനെയുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു. അതുകൊണ്ട് ഈ പ്രേമം എന്ന് പറഞ്ഞൊരു സംഭവം ആ സമയത്ത്, അല്ലെങ്കിൽ ഒരാളോട് ക്രഷ്, അങ്ങനെ ഇഷ്ടം, അങ്ങനത്തെ ഒരു സാധനം പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ഒരു ടൈമിൽ അധികം ഉണ്ടായിരുന്നില്ല. എന്നാലും ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ കാണാറുണ്ട്. പഠിച്ചു വെച്ച് വന്ന പോലെ നമുക്ക് ഒരു സ്റ്റോപ്പ് ഇട്ടിട്ടില്ല ഇത്രയും നേരം. ഞാനിങ്ങനെ പഴയ കാര്യങ്ങൾ അയവർത്ത് വരുന്നത് കൊണ്ടാണ് ഞാൻ സംസാരിക്കണം. ഇങ്ങനെയല്ലേ ഞാൻ സംസാരിക്കാറ്. അപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇങ്ങനെ സ്കൂളിൽ തന്നെ ക്ലാസ്സിൽ തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഞാൻ ബാക്കിയുള്ളവരുടെ മുന്നിൽ ഭയങ്കര പുച്ഛാണ് കേട്ടോ. അവരെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമത്തിന് എതിരായിട്ടുള്ള ഒരു പെണ്ണ്, ആ ഒരു സാധനമായിരുന്നു എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ. ഞാനില്ലേ ഓവർ ആക്ട് എനിക്ക് ഛർദിക്കാൻ പറ്റുന്ന ഇവൾക്ക് പഠിക്കാൻ തന്നെയാണോ വന്നത്. ചെറുതായിട്ട് കിട്ടാത്ത മുന്നിൽ പൊളിക്കും എന്ന് പറയില്ലേ. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, കാരണം ചെറുതായിട്ട് ഉണ്ടായിരുന്നു. കാരണം എന്നെ ഒരു മനുഷ്യൻ നോക്കണില്ലടാ, വെറുതെ പോലും പറയണില്ല പുതിയ സ്കൂളില്. അപ്പൊ പിന്നെ എല്ലാത്തോടും വെറുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് നമ്മളോട് ആരും പറയില്ലാത്ത പ്രശ്നമില്ലല്ലോ. ഓപ്പൺ പെടന്റ് ഫ്രം ഹാർട്ടിൽ നിന്നാണ് പറയണത്. ഞാൻ ഒന്നും ഫിൽറ്റർ ചെയ്ത് പറയുന്നേ ഇല്ല. അപ്പൊ അങ്ങനെ. അപ്പോൾ 8ാം ക്ലാസ് വരെ ഭയങ്കര സീൻ. പിന്നെയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വർഷകാർത്തി. ഇവര് പണ്ടേ മുതൽ എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഈ ടീനേജൊക്കെ എത്തിയ സമയത്താണ് ഇവളുമാർക്ക് ഇങ്ങനെ വായ്നോട്ടൊക്കെ അത്യാവശ്യം നമ്മുടെ ഇടയിൽ 3 പേരുടെ ഇടയിൽ കോമൺ ആയിട്ട് തുടങ്ങുന്നത്. നമുക്ക് 3 പേർക്ക് ഇപ്പൊ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, 3 പേർക്ക് ഓരോ കോൺസെപ്റ്റ്സ് ഉണ്ട്. കാർത്തിക്കാണെങ്കിൽ ബുൾഗാനുള്ള ചെക്കന്മാര് വേണം, അതെ ബുൾഗാനുള്ള ചെക്കന്മാര് വേണം, താടി വേണം. എനിക്കാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ഷേവ് ആയിരിക്കണം. ആ സമയത്താണ് എനിക്ക് റംസാൻ എന്റെ ക്രഷാണ്. കാരണം അവനന്ന് ക്ലീൻ ഷേവ് അല്ല. പിന്നെ എനിക്ക് ക്ലീൻ ഷേവ് ആയിട്ടുള്ള എല്ലാവരും എന്നെ താടി മീശയും ഒന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആ സമയത്ത്. വർഷ എന്ന് പറഞ്ഞാൽ കുറച്ച് ഷോർട്ടായിട്ടുള്ള ചന്ദനം തൊട്ടുള്ള ചെക്കന്മാര്. ഈ 3 പേരെ ചെറുക്കന്മാരെ ഞങ്ങള് റോട്ടിലൂടെ കണ്ടു കഴിഞ്ഞാൽ പൊക്കമുണ്ട് ബുൾഗാൻ, ഓക്കെ കാർത്തിക്ക്, ക്ലീൻ ഷേവ് ഓക്കെ വൃന്ദക്ക്, ഷോർട്ടാണെങ്കിൽ വർഷ അതെനിക്ക്. ഇതായിരുന്നു നമ്മുടെ ഒരു കോൺസെപ്റ്റ്. ഇങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന 2ാമത്തെ നാടകം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ വർഷം ഉണ്ടല്ലോ ഇതുപോലെ ഇല്ലായിരുന്നു. പണ്ട് അവൾക്ക് ഭയങ്കര ധൈര്യമായിരുന്നു. എന്ന് പറഞ്ഞില്ലേ, അവൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാക്കണം. 8ാം വയസ്സിലെ 13ാം വയസ്സ് 8ാം ക്ലാസ്സിൽ 13ാം വയസ്സ് എങ്ങനെയുള്ള റിലേഷൻഷിപ്പിലാക്കണം. അങ്ങനെ ഇവരുടെ സ്കൂളില് ഞാനൊരു ആനുവൽ ഡേക്ക് പോയി. ആനുവൽ ഡേക്ക് പോയ സമയത്ത് നമ്മൾ റാൻഡം ആയിട്ട് ഓരോ ചെക്കന്മാരെ നോക്കുമല്ലോ. അങ്ങനെ ഏതോ ചെക്കനെ നോക്കി അതവിടെ വിട്ടു, തിരിച്ച് വീട്ടിൽ വന്നു. ഇപ്പോൾ പിറ്റേ ദിവസം സ്കൂൾ വിട്ട് കഴിഞ്ഞപ്പോൾ വന്ന വഴിക്ക് അവളിനോട് പറയണേ, എടി ഈ ചെക്കനെ നീ കണ്ടായിരുന്നില്ല, എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഓർമ്മയും കൂടില്ല. നമ്മൾ വളരെ നോക്കണ സമയത്ത് ഇവനാരും ഓർക്കാനായിട്ട്. അതെ, ഇത് സത്യമാണ് ഗൈസ്. എന്നിട്ട് ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ആണല്ലേ? എന്നിട്ട് ഇവളെന്ത് ചെയ്യുന്നോ, അവനോട് പോയി ചോദിച്ചു, എടാ എൻ്റെ ഫ്രണ്ട് ഒരു വൃന്ദ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പിങ്ക് ഡ്രസ്സ് ഇട്ടിട്ട്, നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവനും എന്നെ ഓർമ്മയില്ല. നോക്കിയവരിൽ ഒരാളാണ് നോക്കിയത്. ഇവക്കുണ്ടല്ലോ, ഇവക്കില്ല എങ്ങനെയെങ്കിലും നമ്മളൊന്ന് സെറ്റാക്കണം. ഇവള് പിറ്റേ ദിവസം മുതൽ എന്നോട് പറഞ്ഞു, എടി നല്ല ചക്രാണ്, സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല രസമില്ലേ, നീ പറഞ്ഞ പോലെ ക്ലീൻ ഷേവ് ആണ്, ഇത് തന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ വന്നു. അപ്പൊ നമ്മൾ ഇടി പൂടി. 8ാം ക്ലാസ്സിൽ എവിടെയാണോ ക്ലീൻ ഷേവ്? എനിക്ക് റിലേഷൻഷിപ്പ് 8ാം ക്ലാസ് എനിക്കത് മനസ്സിലായിട്ടില്ല. ക്ലീൻ ഷേവ് ഇൻ ദ സെൻസ് അന്ന് ഉണ്ടായാലല്ല കാര്യം. ഇല്ല
ഇവരൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചത് വലിയ ചേട്ടന്മാരൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ക്ലീൻ ചെയ്യുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് ഡെയിലി ഇങ്ങനെ വന്നിട്ട് ക്യാൻവാസ് അവർ അടിപൊളിയാണ്, സൂപ്പറാണ്, നമ്മളാണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ്, വാ 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 വാ. അങ്ങനെ ഒരു ദിവസം ഈ വർഷ ഇവനോട് പറഞ്ഞിട്ട് എന്നെ കാണാൻ വേണ്ടി കൊണ്ടുവന്നേക്കണ്. അതും ഒരു വാലന്റൈൻസ് ഡേക്കായിരുന്നു ഗൈസ്. ഇവനില്ലേ ഡയറി മിൽക്കൊക്കെ ആയിട്ട് വന്നേക്കണ ഞാൻ കൂട്ടാ. എന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണ്. അപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ്. ഒരു മഴയുള്ള ദിവസം കേട്ടാ. ഇവിടെ കൊടയെ കൊണ്ട് വന്നിട്ടുണ്ട്. അവൻ വന്നിട്ടുണ്ട്. അപ്പൊ കാർത്തി വന്നിട്ടുണ്ട് കേട്ടാ. കാർത്തി പക്ഷെ ഒരു സൈലന്റ് മോഡായിരുന്നു, മീഡിയത്തിലായിരുന്നു. വർഷ അന്ന് ഭയങ്കര എക്സ്ട്രീമാണ്. ഞാൻ പറഞ്ഞാൽ എനിക്കും ചെറുതായിട്ട് പണ്ടൊക്കെ ആയിരുന്നുള്ളൂ ഒരു കുറച്ച് തല്ലിപ്പൊളി. പക്ഷെ പിന്നെ എനിക്ക് പേടിക്കാൻ തുടങ്ങി. അങ്ങനെയല്ല, ഈ പ്രേമം നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് പ്രേമാവുമ്പോ നമ്മളങ്ങനെ ചെയ്യത്തില്ലല്ലോ. അങ്ങനെ പക്ഷെ അവൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് വരാനായിട്ട് ഇവക്ക് എന്തായിരുന്നു സൂക്കേട് വർഷക്ക്. അപ്പൊ ഞാൻ ശരി ഓക്കെ. എന്നിട്ട് ഞാൻ വർഷയുടെ അവിടെ കുട വെച്ചിട്ട് എൻ്റെ കുടയെ കൊണ്ട് നമ്മൾ പോയിട്ടാ. നോക്കുമ്പോ ഇവൻ ബാക്കില് നമ്മുടെ വീടിന്റെ സൈഡിൽ കൂടി ഇവൻ വരുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കും. എനിക്ക് ഇവന്റെ മുഖം പോലും ഓർമ്മയില്ലല്ലോ. ആനിവേഴ്സറി കണ്ടല്ലേ, മുഖം പോലും ഓർമ്മയില്ല. അപ്പൊ ഞാൻ നോക്കും, ഇവനായിരുന്നു ഞാൻ നോക്കിയത്. ആർക്കറിയാം, വർഷം എന്തായാലും പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ. ഒന്ന് കുറച്ചങ്ങോട്ട് പോയപ്പോല്ലേ ഒരു ബൈക്കിലൊരു ചേട്ടന്മാരിങ്ങനെ പോന്നിട്ടോ. നിങ്ങൾ ഈ പ്രേമത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട രണ്ട് ആൾക്കാരെന്ന് പറയുന്നത് ചേട്ടന്മാരും ചേട്ടന്റെ കൂട്ടുകാരന്മാരും അനിയത്തിയുടെ പുറകെ ആരാടാ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാനിങ്ങനെ നോക്കി ചിരിക്കണമെന്നൊക്കെ ഇവർ കാണുന്നുള്ളതുകൊണ്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരുടെ അറിവിൽ വന്നേക്കണെന്നുള്ളത്. ഒന്നുമില്ല, ആദ്യമായിട്ട് കാണാൻ വന്നേക്കാണ്. എനിക്കൊന്നും അറിയാൻ പാടില്ല. വർഷം കൂടിയുണ്ട്. ഇത് തന്നെ സംഭവം. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് അവൾ പറഞ്ഞു, ഇവിടെ ഇപ്പം ആരും ഇല്ലല്ലോ, ഈ കടയുടെ ഫ്രണ്ടിൽ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാനിത് പേടിച്ച് കേട്ടോ. ആദ്യമായിട്ട് സംസാരിക്കാൻ അങ്ങ് പോകുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാർ ഒരു 5-6 പടകള് ഇങ്ങനെ വരുമോ. നോക്കുമ്പോ വർഷയുടെ കൊടയുണ്ട് കേട്ടോ കയ്യില്. കൊടക്ക് നടി കിട്ടി, കൊടയും കൊണ്ട് നടി കിട്ടി. എങ്ങനെ പറയണം, എന്താടി ഇവിടെ ഓക്കെ വർഷമാ പോവാ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞങ്ങള് സ്ഥലം വിട്ട് കളഞ്ഞ്. ഭയങ്കര നല്ല പെമ്പിടാണ്. സ്ഥലം വിട്ട് ചെക്കൻ എവിടെയാന്ന് കൂടെ അറിയാം. ചെക്കൻ അത്യാവശ്യം നല്ലത് കിട്ടി. അങ്ങനെയല്ല, പറഞ്ഞു വിട്ടു. ഇതായിരുന്നു എന്റെ ഒരു എന്താ പറയാ ആ ഒരു ഫസ്റ്റ്. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയാ ടീനേജിലെയും അതുപോലെ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം പ്രേമകഥ. ക്യാമറമാനും ഇവക്കും ഷൂട്ട് കഴിഞ്ഞിട്ട് എവിടെയോ പോവാനുള്ളതിന്റെ പേരിൽ പെട്ടെന്ന് ഷൂട്ട് തീർത്തുന്നതാണ്. അല്ലാണ്ട് എനിക്ക് കൊറേ കഥകൾ പറയാൻ. ഇതിന്റെ പാർട്ട് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞോളൂ. ഒറ്റയ്ക്ക് വേണ്ട, സമയം കൊടുക്കാം. വേണ്ട എന്തെങ്കിലും ഒന്നും പറയില്ല. എന്റെ മൂട് പോയില്ല. രാമു എന്താ നിനക്ക് പറയാനുള്ള എന്തെങ്കിലും പറയാനുണ്ടാ? ഒന്നും പറയാനില്ലടാ. അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ, കഴിഞ്ഞു പോയ വാലന്റൈൻസ് ഡേ. കഴിഞ്ഞ ബൈ ദ വേ ഉണ്ടല്ലോ, നമ്മുടെ വാലന്റൈൻസ് ഡേ നമ്മളിതുവരെ ഒരുമിച്ചുണ്ടായിട്ടില്ല. ഫസ്റ്റ് കോളേജ് മുതൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് തോന്നണേ. എന്റെ ഓർമ്മയിൽ ഇവൻ എപ്പോഴും ഇപ്പോഴത്തെ വാലന്റൈൻസ് ഡേക്ക് എപ്പോഴും എനിക്കൊരു ബൊക്കെ വരും അല്ലേ. എനിക്ക് എപ്പോഴും ഫ്ലവേഴ്സ് ഓർഡർ ചെയ്ത് തരും. അതെനിക്ക് ഉറപ്പാണ്. ഫെബ്രുവരി 14 എനിക്കൊരു അനോണിമസ് ആയിട്ടൊരു ബൊക്കെ വരും. അതെനിക്കറിയാം അതിന്റെ ഉടമസ്ഥൻ ഞാമുട്ടനാണെന്നുള്ളത്. അതുകൊണ്ട് എവിടെയായാലും, കോയമ്പത്തൂർ ആയാലും ഇവിടെ ആയിരുന്നാലും എനിക്ക് എപ്പോഴും വരുമായിരുന്നു. സോ ഇതുവരെ വന്നിട്ടുണ്ട്. ഇനി ഈ വാലന്റൈൻസ് ഡേയിൽ ഇപ്പോൾ ഒരുമിച്ചുള്ള വാലന്റൈൻസ് ഡേ ആണ്. കാരണം നമ്മൾ ഒരേ വീട്ടിൽ ഒരുമിച്ച് കാണാം. ഇനി കൊണ്ടുതരുമോ, സർപ്രൈസ് ചെയ്യോ, ഡേറ്റിന് കൊണ്ടുപോകോ, ഡയമണ്ട് റിങ് വാങ്ങിച്ചോ, മാല വാങ്ങിച്ചോ എന്നൊന്നും എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ രാമൂട്ടാ? ഞാൻ ഇപ്രാവശ്യം ഒരു വെറൈറ്റി. എന്താ? ഒറ്റക്കൊരു വാലന്റൈൻസ് ഡേ ആണല്ലേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ. അപ്പൊ നമ്മൾ വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ്. എന്താണെന്നുള്ളത് നമ്മൾ പ്ലാൻ ആക്കിയിട്ടൊന്നുമില്ല. ഇല്ല. അപ്പൊ നാളെയാണ് വാലന്റൈൻസ് ഡേ. എന്താ
സത്യം പറ, നീ എന്താ പ്ലാൻ ആക്കി? ഞാനൊന്നും plan ആക്കിയിട്ടൊന്നുമില്ല. നീ ചെയ്തതാ. നീ plan ആക്കി. മുടിയെല്ലാം മുറിച്ച് ഇതെല്ലാം എന്നെ കൊണ്ട് എന്തെല്ലോ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് ചെയ്യിച്ച വേറൊന്നുമില്ല, നിനക്ക് ഇത്തിരി മനുഷ്യക്കോലം വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പൊ കുറച്ച് മേനയുണ്ട്, അതുകൊണ്ട് മാത്രം. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ അത്രേ ഉള്ളൂ. സോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വീണ്ടും വീണ്ടും വാലന്റൈൻസ് ഡേ യെസ് വിഷസ്. അപ്പൊ എല്ലാവരും പ്രണയിക്കുക, എല്ലാവരും അവരവരുടെ പ്രേമം, അതായത് യഥാർത്ഥ ലവ് ഓഫ് ദർ ലൈഫ് കണ്ടെത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. ബൈ ഗൈസ്.